ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജിക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു SSC റെയിൽവേ മുന്നിൽ കണ്ടുകൊണ്ട്. അപ്പോൾ അതിന് ഫോക്ക് ഡാൻസസിൻ്റെ പാർട്ട് 5 ആയിരിക്കും നമ്മളിന്ന് പോകുന്നത്, സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള. അപ്പോൾ ഓരോ സെഷനിലും 5 സ്റ്റേറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസിക്കൽ ഡാൻസ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ സ്ട്രാറ്റജിക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവർ മസ്റ്റായിട്ടും കാണുക. അതോടൊപ്പം തന്നെ നോട്ട് മേക്കിംഗ് ആയിട്ട് ലെക്ചർ നോട്ട് എഴുതിയിട്ട് ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് 5 സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ നെക്സ്റ്റ് 5 സ്റ്റേറ്റ്സിൻ്റെ ഡാൻസ് ഫോം നോക്കാം. അപ്പോൾ നോക്കിക്കേ, അടുത്ത സംസ്ഥാനം രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനിൻ്റെ പ്രോമിനൻ്റ് ആയിട്ട് 12 ഡാൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ: ഘൂമർ, ജുലാൻ ലീല, ചാരി, ഖപാൽ, സൂസ്നി, ഗംഗോർ, ജുമ, ഭവായ് ഡാൻസ് നോട്ട് ചെയ്യണം, ഗംഗോർ, പനിഹാരി ആൻഡ് ഫൈനലി ഖൽബേലിയ. അപ്പോൾ നോക്കി അതിൻ്റെ ഓരോ ഡാൻസ് ഫോമിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി വന്നേ. ഘൂമർ ഡാൻസ്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫോക്ക് ഡാൻസ്. അപ്പോൾ ഞാൻ നേരത്തെ സെഷനിൽ പറഞ്ഞായിരുന്നു, മോസ്റ്റ് പോപ്പുലർ ഫോക്ക് ഡാൻസസ് ഒക്കെ മിക്കതും നമുക്ക് നമ്മുടെ സിനിമാസിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിൻ്റെ പിക്ചറൈസ് ചെയ്തെങ്കിലും നോക്കാൻ പറ്റും. അപ്പോൾ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസിന് എംഫസൈസ് കൊടുത്തിട്ടായിരിക്കും ചോദ്യം വരുന്നത്. ഒപ്പം സീസണൽ ആയിട്ടുള്ള ഫെസ്റ്റിവലിൽ ഏത് ഡാൻസ് ആണ് ആടുന്നത് എന്നുള്ളൊരു തീമും കൂടെ കണക്ട് ചെയ്തപ്പോൾ ചോദ്യം വരുന്നുണ്ട്. അപ്പം മോസ്റ്റ് പോപ്പുലർ ആൻഡ് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഡാൻസും മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ബാക്കി എന്ത് മറന്നാലും അത് മസ്റ്റായിട്ടും ആലോചിച്ച് വെച്ചേക്കണം. അപ്പോൾ നോക്കിയത്, ഘൂമർ ഡാൻസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫോക്ക് ഡാൻസ് ഫോർ രാജസ്ഥാൻ ആൻഡ് ആസ് വെൽ ആസ് ദ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നാച്ചുറലായിട്ടൊരു ഫോക്ക് ഡാൻസ് എടുക്കുകയാണെങ്കിൽ രാജ്യത്തും അത് സ്റ്റേറ്റിൽ മാത്രമല്ല, രാജ്യത്ത് തന്നെ പോപ്പുലർ ആയിട്ടൊരു ഡാൻസ് ഫോമാണ് ഘൂമർ എന്ന് പറയുന്നത്. It was introduced by the Bhil tribe and was later adopted by the royal communities of the state. It is performed by women on special occasions. അപ്പോൾ ഈ ഡാൻസ് ഫോമിലും പ്രാതിനിധ്യമാർക്കായിരിക്കും? വിമൻ ആയിരിക്കും. അപ്പോൾ ദിസ് ഡാൻസ് ഈസ് ഓൾസോ പെർഫോംഡ് ബൈ വിമൻ ഓഫ് ഏത് ട്രൈബ്? ഭിൽ ട്രൈബ്. ഈ ഒരു ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഭിൽ ട്രൈബാണ്. ബട്ട് ലേറ്റർ അത് റോയൽ കമ്മ്യൂണിറ്റീസ് അവരുടെ മാത്രം ഒരു തനതായ ഒരു ശൈലിയാക്കി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഡാൻസ് ഫോം? ഘൂമർ ഡാൻസ് ഫോം ഓഫ് രാജസ്ഥാൻ. നോക്കി, ദ നെക്സ്റ്റ് ഡാൻസ് ഈസ് ഭവായ് ഡാൻസ് ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദ വിമൻ. ഇവിടെ സ്ത്രീകൾക്കാണ് ഇമ്പോർട്ടൻസ്. ബിലോങ്ങിങ് ടു ദ ഒന്നിൽ കൂടുതൽ ട്രൈബ്സ് പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അത് മറക്കൽ ഈ ഡാൻസ് ഫോം ഭവായ് ഡാൻസ്. ഏതൊക്കെ ട്രൈബ്സ് ആണ്? ജാട്ട്, മീന, ഭിൽ, കൽബേലിയ. അതൊരു ഡാൻസ് ഫോമിൻ്റെ പേരും കൂടി തന്നെയാണ്. അപ്പോൾ കൽബേലിയ ആൻഡ് കുമാർ ട്രൈബ്സ് ഓഫ് രാജസ്ഥാൻ. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ ട്രൈബ്സിന് ഒന്നിൽ കൂടുതൽ ഡാൻസ് ഫോമായിട്ട് റിലേഷൻ ഉണ്ട്. ഓക്കെ, so they are accompanied by male dancers who sing and play instruments. അപ്പം നമ്മൾ പങ് ആൻഡ് കുർത്തൽ എന്ന് പറയുന്ന മറ്റേ മണിപ്പൂരിയുടെ 3 കേസ് പഠിച്ചായിരുന്നില്ല. അതായത് താങ് ത, അതിൽ ബാറ്റിൽ സീൻസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. മണിപ്പൂരി എന്ന് പറഞ്ഞ ഡാൻസിൻ്റെ 3 ഫോർമാറ്റാണ്. രാസ്ലീല, അതും കൂടെ ഒന്ന് ആലോചിച്ച് ഈ മൊമെൻറ്റിൽ. മണിപ്പൂരിയിൽ രാസലീല, സങ്കീർത്തന ആൻഡ് താങ് ത. അപ്പോൾ ഈ 3 ആയിരിക്കും എന്ത്? ആർ ദ 3 വേരിയൻസ് ഓഫ് മണിപ്പൂരി ഡാൻസിൽ ഉള്ള 3 വേരിയൻസ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇതിൽ സങ്കീർത്തനയിൽ അതായത് ഇവിടെ മെയിൻലി പെർഫോം ബൈ വിമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിമിലർ കേസ് ആയിരുന്നു ഏത്? മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ടുള്ള മണിപ്പൂരിൽ. അവിടെ സങ്കീർത്തന എന്ന് പറയുന്ന സെക്ഷനിൽ ഒരു മെയിൽ ഡാൻസർ കാണും. പുള്ളിയുടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ പങ്, PUNG ആൻഡ് കുർത്തൽ, ഈ 2 ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്തുകൊണ്ട് ഉള്ളൊരു പെർഫോമൻസ് ആയിരിക്കും ആ മെയിൽ ഡാൻസറിനുള്ളത്. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുക, പാടുക, അതാണ് അദ്ദേഹത്തിൻ്റെ റോള് എന്ന് പറഞ്ഞ പോലെ. അന്ന് മണിപ്പൂരിയുടെ ഈ ഒരു കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ആര്? രാജസ്ഥാൻ്റെ ഭവായ് ഡാൻസ്. അവിടെയും ഇറ്റ് ഇസ് മെയിൻലി പെർഫോംഡ് ബൈ വിമൻ ഓഫ് മൾട്ടിപ്പിൾ ട്രൈബ്സ്. അപ്പോൾ അതിൻ്റെ പേര് നോക്കിയായിരുന്നു ജാട്ട്, മീന, ഭിൽ, കൽബേലി ആൻഡ് കുമാർ ട്രൈബ്സ് ഓഫ് രാജസ്ഥാൻ. ഇവിടെ മെയിൽ ഡാൻസേഴ്സിനുള്ള പാർട്ടിസിപ്പേഷൻ എന്താ? അവർ അതായത് അക്കമ്പനി ചെയ്യത്തേ ഉള്ളൂ, പാടാനും ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനും. അപ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ അങ്ങനെ ആയിരിക്കും. ഏത് ഡാൻസിന്? ഭവായ് ഡാൻസിന്. ഇനി നോക്കിയാൽ നെക്സ്റ്റ് ഡാൻസ് ആയിട്ടുള്ള ചാരി ഡാൻസ്. ഇപ്പോൾ ചാരി ഡാൻസ് മെയിൻലി സിംബലൈസസ് ജോയ് ആൻഡ് ദ റിച്വൽ ഓഫ് കളക്ടിങ് വാട്ടർ ഇൻ ദ പോട്ട്, അല്ലെങ്കിൽ ചാരി. പേര് വന്നതിന് അങ്ങനെയാണ്. പോട്ടെന്ന് അല്ലെങ്കിൽ ചാരി എന്നുള്ള അർത്ഥം വരുന്നതെന്നാണ് ചാരി ഡാൻസ് ജനിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദ വിമൻ ബിലോങ്ങിങ് ടു ദ സൈനി കമ്മ്യൂണിറ്റി ഓഫ് അജ്മീർ ആൻഡ് ഗുജാർ കമ്മ്യൂണിറ്റി ഓഫ് കിസാൻ ഗാർക്ക്. അപ്പോൾ 2 കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒന്നിൽ കൂടുതൽ ട്രൈബിന് ഒന്നിൽ കൂടുതൽ ഡാൻസ് ഫോമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ചാരി ഡാൻസിൽ ആരൊക്കെയാണ്? സൈനി കമ്മ്യൂണിറ്റിയും പിന്നെ
ഗുജാർ കമ്മ്യൂണിറ്റി. അപ്പം കിഷാൻഗറിയിലെ ഗുജാർ കമ്മ്യൂണിറ്റിയും അജ്മർ എന്ന് പറയുന്ന ഏരിയയിലെ സൈനി കമ്മ്യൂണിറ്റിയുമാണ് എന്ത് ചാരി ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ചാരി ഡാൻസിൽ ചാരിയുടെ മീനിങ് എന്താണ് അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പോട്ട് എന്ന അർത്ഥം വരുന്ന ചാരി എന്ന വാക്കിൽ നിന്നുമാണ് ചാരി ഡാൻസ് ഫോം ചെയ്തത്. ഓക്കെ, ഇനി നോക്കിയേ കൽബേലിയ ഡാൻസ്. നമ്മൾ കുറച്ച് മുമ്പ് ഏത് ഡാൻസ് ഫോമാണ് ഈ ജാട്ട് മീന നോക്കിക്ക് ഭവായ് ഡാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൽബേലിയ എന്ന് പറയുന്ന ട്രൈബ്സിനും അല്ലെ ബാക്കി ട്രൈബ്സിനോടൊപ്പം തന്നെ കളിക്കുന്ന ഡാൻസ് ഫോമാണ് ഭവായ് ഡാൻസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കൽബേലിയ എന്ന് പറയുന്ന ഏത് ട്രൈബ് ആയിരിക്കില്ല ഇവിടെ കളിക്കുന്നത്. അവിടെ കൽബേലിയ ഡാൻസ് എന്ന പേരിൽ ഡാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദി വിമൻ ഓഫ് ദ ഏത് നെയിംസാക്കിയ ട്രൈബ്. അതായത് ഇവിടെ കൽബേലിയ നമ്മൾ തിരിഞ്ഞു പോയില്ല. അതായത് കൽബേലിയ എന്ന് പറയുന്ന ട്രൈബും ഉണ്ട്, ബട്ട് കൽബേലിയ എന്ന് പറയുന്ന ഡാൻസും ഉണ്ട്. രണ്ടുപേരും റിലേറ്റഡ് അല്ല. ഇവിടെ നാംസാക്കിയ ട്രൈബാണ് കൽബേലിയ ഡാൻസ് പെർഫോം ചെയ്യുന്നത് ടു ദ മ്യൂസിക് പ്ലേഡ് ബൈ മെൻ. അതായത് ഇവിടെയും മെൻ പ്ലേ ചെയ്യുന്ന ഭവായ് ഡാൻസിൽ ഒരു മെന്നായിരിക്കും ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നതും പാടുന്നതും. അതിന് അകമ്പടിയായിട്ടായിരിക്കും വിമൻ ഭവായ് ഡാൻസ് കളിക്കുന്നതെങ്കിൽ ഇവിടെയും സിമിലർ സിറ്റുവേഷനാണ്. ഏതിന് കൽബേലിയ ഡാൻസിന് പെർഫോംഡ് ബൈ ദ വിമൻ ഓഫ് നംസേക് ട്രൈബ്. ഇവിടെ മെന്ന് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അടുത്ത പോയിന്റ് മസ്റ്റായിട്ട് നോട്ട് ചെയ്തേക്കണം. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ആൻ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റ് ബൈ യുനെസ്കോ. അപ്പോൾ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഒഴിച്ചുകൂടാനാവാത്തൊരു ഹെറിറ്റേജ് സൈറ്റാണ് ഇന്ത്യയുടേത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെറിറ്റേജ് ആണ് നമ്മുടെ കൽബേലിയ ഡാൻസ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ് യുനെസ്കോയിൽ. അപ്പോൾ കൽബേലിയ ഡാൻസിൻ്റെ ഇമ്പോർട്ടൻസ് മറന്നുപോയല്ല. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ആൻ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ബൈ യുനെസ്കോ. ഏത് ഡാൻസ്? കൽബേലിയ ഡാൻസ് പെർഫോംഡ് ബൈ ദ നാംസാക്കെ ട്രൈബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെഷൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെരാന്ത റൈസിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ബേസിക് സർക്കിളിന് തൊട്ട് മുമ്പ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ക്ലാസ്സസിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വർക്കൗട്ട് മെറ്റീരിയൽ തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണാം. അപ്പോൾ മെൻറ്റർ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് സെഷൻ വർക്കൗട്ട് ചെയ്യും, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷനായിട്ട് പോകുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് കംസ് ദ എക്സ്ട്രീം സർക്കിൾ. എക്സ്ട്രീം സർക്കിൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടി ടഫ്നെസ്സും കൂട്ടി നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മെയിൻസ് എക്സാമിന് പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളൊരു ആശയത്തോടു കൂടി നടത്തുന്ന സെഷനായിരിക്കും. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. അപ്പോൾ സെഷന് ടൈമിങ് കൂടുതലായിരിക്കും. അപ്പം അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസും ധാരാളം കാണും. അപ്പം മെൻറ്റർ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് അതും വർക്കൗട്ട് ചെയ്ത് മുന്നേറിപ്പോവാം. ഇതിൻ്റെ നെക്സ്റ്റ് ഫേസ് ഈ സൂപ്പർ ബാച്ച്. അപ്പോൾ സൂപ്പർ ബാച്ച് മുമ്പുള്ള കേസിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ എക്സാമിനും തൊട്ട് മുമ്പായിട്ട് സൂപ്പർ ബാച്ച് കാണും. അതിപ്പം ബാങ്കിൻ്റെ SBI ക്ലർക്കാണ്, SBI ക്ലർക്കിന് തൊട്ട് മുമ്പുള്ള CGL ആണ്, CGLൻ്റെ ടയർ 2 ഏത് ഫേസ് ആണോ അതിന് മുന്നോടിയായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫേസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രിപ്പറേഷൻ എന്ന കൺസെപ്റ്റിലാണ് സൂപ്പർ ബാച്ച് പോകുന്നത്. അത് വിതിൻ 1 മന്തിൽ തീരുന്നൊരു പ്രോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 2 മന്ത്സ്. ഇപ്പോൾ CGLൻ്റെ കേസ് നോക്കുവാണെങ്കിൽ മെയിൻസിന് 2 മാസം സമയമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും CGLൻ്റെ ടയർ 2 സൂപ്പർ ബാച്ച് പോകുന്നത്. അപ്പം മെറ്റീരിയൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടൊരു മോക്ക് മെറ്റീരിയൽ പോലെ ആയിരിക്കും പോകുന്നത്, ചാപ്റ്റർ വൈസ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്കത് ഒരു മോക്ക് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഒരു വാമപ്പ് സെഷൻ പോലെ പോകും. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ RIP. അവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളുടെ ഇൻ കേസ് ഏതെങ്കിലും വീക്കായിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനെയും നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സെഷൻ ആയിരിക്കും റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. ആൻഡ് ദി ഫൈനൽ ഫേസ് ഈസ് മോക്ക് ഇൻ്റർവ്യൂ, എസ്പെഷ്യലി ഫോർ ബാങ്ക് എക്സാംസ്. അപ്പം മോക്ക് ഇൻ്റർവ്യൂ ബാങ്ക് എക്സാംസിനും SSCയുടെ കേസിൽ ബാങ്ക് എക്സാംസിനും ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ എക്സാം വരുന്ന സമയത്ത് അതിൻ്റെ ഇൻ്റർവ്യൂവിനോടൊപ്പം GD സെഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ SSC എക്സാംസ് വരുമ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ അവയർനെസ്സും, ബാങ്ക് എക്സാംസ് വരുമ്പോൾ മോക്ക് ഇൻ്റർവ്യൂവും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 ടൈപ്സ് ഓഫ് കോച്ചിങ് സ്റ്റൈൽസാണ് നമുക്കുള്ളത്. ഓഫ്ലൈനും അല്ലെങ്കിൽ ക്യാമ്പസിൽ വന്നും പഠിക്കാം, അല്ലാതെ ഓൺലൈനായിട്ട് നിങ്ങൾക്കിപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതാണ് കൺവീനിയൻ്റ് എങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. അപ്പം നിങ്ങളുടേതായിട്ടുള്ള കംഫോർട്ട് സോൺ ചൂസ് ചെയ്തിട്ട് ഈ തന്നേക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ പിന്നെയും ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് വന്നിട്ടുണ്ട്, സിക്കിം. ഇപ്പോൾ സിക്കിമിന് നോക്കിയേ, ഡൈവേഴ്സായിട്ട് കുറച്ചേ ഉള്ളെങ്കിലും പേര് കുറച്ച് പാടാണ് പഠിക്കാൻ. ഏതൊക്കെയാണ് ഡാൻസ് ഫോമാണ് സിക്കിമിനുള്ള? സിംഹി ചാം, സിക്മാരി ആൻഡ് താഷി യാങ്കു, ചൂഫാത്ത് ആൻഡ് ഫൈനലി യാക്ചാം. അപ്പോൾ അതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോംസിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിക്കേ. സിംഹി ചാം ആൻഡ് യാക്ചാം ആർ ടിബറ്റൻ ഡാൻസ് ഫോംസ്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്തേക്കണേ. അതായത് ഇത് ആക്ച്വലി ഇന്ത്യയുടേത് തനതായ ഡാൻസ് ഫോം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സിക്കിമിൻ്റെ തനതായ ഡാൻസ് ഫോം എന്ന് പറയാൻ പറ്റില്ല. ടിബറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടിബറ്റൻ ഡാൻസ് ഫോംസ് ആണ്. ഏതൊക്കെ? സിംഹി ചാമും യാക്ചാമും. വൈ ദ ഫോർമർ ഈസ് ലിങ്ക്ഡ് ടു ദ 5 പീക്സ് ഓഫ് മൗണ്ട് കാഞ്ചൻജംഗ. അതായത്
മൗണ്ട് കാഞ്ചൻജംഗയുടെ ഏത് 5 പീക്സുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നതാണ് ഏത് ഫോർമർ ഡാൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ കേസിൽ സിംഗി ചാം എന്ന് പറയുന്ന ഡാൻസ്. അപ്പോൾ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് സിംഗി ചാം? ഇത് 5 പീക്സ് ഓഫ് മൗണ്ട് കാഞ്ചൻജംഗ വിച്ച് ഫോംസ് എ സ്നോ ലൈൻ ഇമേജ് ആൻഡ് ദ ലാറ്റർ, അതായത് ഇവിടെ ലാറ്റർ ഏതാ? യാക് ചാം. യാക് ചാം എന്ന് പറയുന്ന ഡാൻസ് ഈസ് പെർഫോംഡ് ആസ് എ ട്രിബ്യൂട്ട് ടു ദ ആനിമൽ യാക്. യാക് എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ടല്ലേ, അത് യാക് എന്ന് പറയുന്ന ആനിമലിൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് യാക് ചാം എന്ന് പറയുന്ന ഡാൻസ് കൊണ്ടാടുന്നത്. അപ്പോൾ സിംഗി ചാം എന്തായിരിക്കും? മൗണ്ട് കാഞ്ചൻജംഗയുടെ 5 പീക്സിൻ്റെ ആ ഒരു സെക്ഷനിൽ ഒരു സ്നോ ലൈൻ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തീമിലായിരിക്കും സിംഗി ചാം എന്ന് പറയുന്ന ഡാൻസ് ഫോം കൊണ്ടാടുന്നത്. ഇത് രണ്ടും എന്ത് ഡാൻസ് ഫോമാണ്? ടിബറ്റൻ ഡാൻസ് ഫോംസ് ആണ്. അപ്പോൾ ഈ ആനിമൽ യാക്കിനെ ട്രിബ്യൂട്ടായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ട്രിബ്യൂട്ടായിട്ട് കൊണ്ടാടുന്ന നൃത്തമാണ് യാക് ചാം. അതിൻ്റെ പ്രത്യേകം നോക്കിയേ, it is performed as a tribute to the animal yak on which the people at higher altitudes depend for their survival. Okay, the next dance നോക്കിയേ, ചൂഫാറ്റ്. ചൂഫാറ്റ് is a famous folk dance of Sikkim and it is performed by the Lepcha community as a tribute to the snowy ranges of Mount Kanchenjunga. അപ്പോൾ സിക്കിമിൻ്റെ കാര്യം പറയുമ്പോൾ മൗണ്ട് കാഞ്ചൻജംഗ ഇടയ്ക്ക് വരുന്നുണ്ടല്ലേ. അപ്പം മൗണ്ട് കാഞ്ചൻജംഗയിലെ സ്നോവി റേഞ്ചസിൽ ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടാണ് ഏത് കമ്മ്യൂണിറ്റി? ലെപ്ച കമ്മ്യൂണിറ്റി ഒരു ട്രിബ്യൂട്ട് എന്നോണം കളിക്കുന്ന ഡാൻസാണ് ചൂഫാറ്റ് എന്ന് പറയുന്ന ഡാൻസ്. അതുകൊണ്ട് തന്നെ ഇതൊരു വൺ ഓഫ് ദ ഫേമസ് ഫോക്ക് ഡാൻസസ് ഓഫ് സിക്കിമാണ്. ഇനി നോക്കി അടുത്ത സംസ്ഥാനം നമ്മുടെ താഴോട്ട് വന്നു അല്ലേ, സൗത്തിലോട്ട് വന്നു, തമിഴ്നാട്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനെ പോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ട് കുറേ കലാരൂപങ്ങളുണ്ട്. അപ്പോൾ നോക്കി, കുമ്മി, കാവടിയാട്ടം, ദേവരാട്ടം, കോലാട്ടം, കരക്കാട്ടം, മായിയാട്ടം, ഓയിലാട്ടം, പുലിയാട്ടം, പിന്നെ പുലിയാട്ടം നമ്മുടെ സിമിലർ ആണ്, പൊയ്ക്കൽ കുതിരയാട്ടം, പാമ്പാട്ടം, ബൊമ്മലാട്ടം ആൻഡ് ഫൈനലി തേരുകൂത്ത്. അപ്പം നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മസ്റ്റായിട്ട് മറക്കാതെ നോക്കി പോവുക. നോക്കിയേ കരക്കാട്ടം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കിയേ. കരക്കാട്ടം ഇസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഫോക്ക് ഡാൻസ് ഓഫ് തമിഴ്നാടു. ഇറ്റ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ദി ഗോഡസ് മാരിയമ്മ, മാരിയമ്മൻ. അതായത് മാരിയമ്മൻ എന്ന് പറയുന്ന ഗോഡസിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡാൻസ് ഫോമാണ് കരക്കാട്ടം. അപ്പം മാരിയമ്മൻ്റെ പ്രത്യേകത എന്താ? ഹു ഇസ് ബിലീവ്ഡ് ടു ബിസ്റ്റോ ദി എർത്ത് വിത്ത് റെയിൻസ് ആൻഡ് ഇറ്റ് ഈസ് പെർഫോം ഡ്യൂറിങ് ദ ഏത് ഫെസ്റ്റിവൽ? മുലൈപ്പാരി ഫെസ്റ്റിവലിലായിരിക്കും ഏത് ഡാൻസ് ഫോം? കരക്കാട്ടം എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ തനതായ ഫോക്ക് ഡാൻസ് കൊണ്ടാടുന്നത്. ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് എ ട്രിബ്യൂട്ട് ടു, ആർക്ക് ട്രിബ്യൂട്ടായിട്ടായിരിക്കും? മാരിയമ്മൻ എന്ന് പറയുന്ന ഗോഡസ് അല്ലെങ്കിൽ ജലദേവതയ്ക്ക്. അപ്പോൾ നാടിനെ അനുഗ്രഹിച്ച് മഴ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തീമിൽ കൊണ്ടാടുന്ന നൃത്തമായിരിക്കും കരക്കാട്ടം. സോ ഡ്യൂറിങ് ദ ഏത് ഫെസ്റ്റിവൽ? മുലൈപ്പാരി ഫെസ്റ്റിവൽ. ഓക്കെ, ഇനി നോക്കിയത് തേരുകൂത്തു ഈസ് പെർഫോംഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ വില്ലേജസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമ. അപ്പോൾ ഇവിടെ അഡീഷണൽ ഒരു എലമെൻറ്റും കൂടെ വരുന്നുണ്ട്. ലിറ്ററേച്ചർ സാധാരണ നമ്മുടെ പിന്നെ ഡ്രാമ, മിക്ക ഫോക്ക് ഡാൻസിലും മ്യൂസിക്കും ഡാൻസും കാണും. അതല്ലാതെ ഡ്രമാറ്റിക് എലമെൻറ്റ്സ് ഉള്ള ഇപ്പം നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു ടച്ച് ഉണ്ടല്ലോ, അല്ലാതെ ഒരു ഡ്രമാറ്റിക് കമ്പോണൻറ്റ് കാണും. അതായത് തീംസ് കുറച്ചുകൂടെ അഭിനയിച്ച ഒരു അഭിനയത്തിൻ്റെ എലമെൻറ്റും കൂടെ വരുന്നൊരു പെക്യൂലിയറിറ്റി ക്ലാസിക്കൽ ഡാൻസസിനുണ്ടായിരുന്നു. അപ്പം ഫോക്ക് ഡാൻസിൽ ആ ഒരു പെക്യൂലിയറിറ്റി ഉള്ളൊരു ഫോക്ക് ഡാൻസാണ് ഏത്? തമിഴ്നാടിൻ്റെ തേരുകൂത്ത്. അപ്പോൾ അവിടെ മ്യൂസിക് ആൻഡ് ഡാൻസ് മാത്രമായിരിക്കുമല്ലോ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റ്സും കൂടെ അഡീഷണൽ വരുന്നുണ്ട്, ലിറ്ററേച്ചർ ആൻഡ് ഡ്രാമ. ഓക്കെ, നോക്കിയേ കാവടിയാട്ടം ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് മുരുക. നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ഓൺ certain ഫെസ്റ്റീവ് ഒക്കേഷൻസ്. അപ്പോൾ മുമ്പത്തെ സെഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു കാവടിയാട്ടം മുരുകനെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡാൻസ് ഫോം ആയിരിക്കും. നമ്മളെല്ലാവരും കണ്ടേക്കുന്ന പോലെ ശൂലം തറച്ച് പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ കവിളിൽ അതിൻ്റേതായിട്ടുള്ള കാവടിയാട്ടം നമ്മൾ മിക്ക കേസിലും കണ്ടേക്കുന്നതാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള സാക്രിഫൈഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോർച്ചറിങ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു, എല്ലാ കേസിലും ഇല്ല, പക്ഷേ അങ്ങനൊരു എലമെൻറ്റ് നമ്മുടെ നാഗാലാൻഡിൻ്റെ ഡാൻസ് ഫോമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു ടോർച്ചർ എലമെൻറ്റ് കാണും. ഇനി നോക്കി, ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ക്യാരിങ് എ ലോങ് ബാംബൂ സ്റ്റിക്ക് സസ്പെൻഡഡ് വിത്ത് ബാംബൂ പെയിൽസ് ഓൺ ദി ഷോൾഡേഴ്സ് ആൻഡ് ബൈ സിംഗിങ് ദ കാവടി ചിണ്ടു. അപ്പം ആ സമയത്ത് ഈ ഡാൻസ് ഫോമിനെ അക്കമ്പനി ചെയ്യുന്ന പാട്ടായിരിക്കും കാവടി ചിണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകമ്പടിയോടുകൂടി ലോങ് ബാംബൂ പെയിൽസ് ഉപയോഗിച്ചിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഏത്? കാവടിയാട്ടം കാണിക്കുന്നത്. ഇനി അടുത്ത നൃത്തം നോക്കിക്കേ, പോയ്ക്കൽ കുതിര ആട്ടം ഈസ് ഓൾസോ നോൺ ആസ് ദ ഡമ്മി ഹോഴ്സ് ഡാൻസ് ആൻഡ് ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ നോക്കിക്കോണം, ഏത്? പോയ്ക്കൽ കുതിരയാട്ടം എങ്ങനെ അറിയപ്പെടുന്ന? ഡമ്മി ഹോഴ്സ് ഡാൻസ് എന്നറിയപ്പെടുന്ന പോയ്ക്കൽ കുതിരയാട്ടം ഈസ് ദ ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ് ഇൻ തമിഴ്നാടു ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് എ ട്രിബ്യൂട്ട് ടു ദ വില്ലേജ് ഗാർഡിയൻ ഗോഡ് അയ്യനാർ. അപ്പം ഗ്രാമങ്ങൾ കാക്കുന്ന ദൈവം എന്നറിയപ്പെടുന്ന അയ്യനാറിന് അർപ്പിച്ചുകൊണ്ടിട്ടുള്ള ഡാൻസാണ്
പൊയ്ക്കൈ കുതിരയ ഡാൻസ്. അപ്പം അത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്ത് ഡമ്മി ഹോഴ്സ് ഡാൻസ്. ഓക്കെ, അതാണ് ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ് ഓഫ് തമിഴ്നാട്. അപ്പം ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ഏതായിരുന്നു? ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് അതും തമിഴ്നാടിന് സ്വന്തമാണ്, ഭരതനാട്യം. ഓക്കെ, അപ്പോൾ ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ്, തമിഴ്നാടിൻ്റെ ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഏതാണ്? പൊയ്ക്കൽ കുതിരയാണ്, അല്ലെങ്കിൽ ഡമ്മി ഹോഴ്സ് ഡാൻസ് എന്നറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യമായിരിക്കും. ഇനി നോക്കി അടുത്ത ഓയിലാട്ടം, എൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി. ഇറ്റ് ഈസ് എ പോപ്പുലർ ഡാൻസ് ഇൻ സദേൺ തമിഴ്നാട് ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ ദ ഡിസ്ട്രിക്ട്സ് സച്ച് ആസ് മധുരൈ, തിരുനെൽവേലി ആൻഡ് തൃച്ചി. അപ്പോൾ മധുരൈ, തിരുനെൽവേലി, തൃച്ചിയിലായിരിക്കും കൂടുതലായിട്ടും ഓയിലാട്ടം കണ്ടുവരുന്നത്. ഇനി നമ്മുടെ അടുത്ത മറ്റൊരു സദേൺ സംസ്ഥാനം തെലങ്കാനയാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് ഡാൻസ് ഫോംസും കൂടെ തെലങ്കാനയിൽ ഇൻക്ലൂഡ് ആണ്. പക്ഷേ നമ്മൾ മെയിൻലി തൽക്കാലം ചെയ്തേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് പോകുന്നത്. ഇപ്പോൾ നോക്കിക്കേ, തെലങ്കാനയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോം പേരിനി ശിവതാണ്ഡവം, ലംബാഡി, ദപ്പു ഡാൻസ്, ഗുസ്സാഡി, ഓഗു കഥ ആൻഡ് തോലു ബൊമ്മലാട്ട. അപ്പം 6 ഡാൻസ് ഫോമാണ് മെയിൻലി തെലങ്കാനയ്ക്കുള്ളത്. അപ്പോൾ അതിൽ ദപ്പു ഡാൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നോക്കിയാൽ ദപ്പു ഡാൻസിന് എങ്ങനെ കൂടെ അറിയപ്പെടുന്നുണ്ട്? ദപ്പു നൃത്യം. അതായത് നൃത്യം എന്ന് പറയുന്നത് നമ്മുടെ നേറ്റീവ് ആൾക്കാർ നൃത്തം എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ നൃത്യം എന്ന് പറയാറേ ഉള്ളൂ. അപ്പോൾ ദപ്പു ഡാൻസ് ഓൾസോ നോൺ ആസ് ദപ്പു നൃത്യം ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഇൻ ദ സദേൺ സ്റ്റേറ്റ് ഓഫ് തെലങ്കാന, സദേൺ റീജിയൻ ഓഫ് തെലങ്കാന. ഇസ് മോസ്റ്റ്ലി പെർഫോംഡ് ബൈ മെൻ in a group of 15 to 20 members and is performed on most festive occasions. മിക്ക ഫെസ്റ്റീവ് ഒക്കേഷൻസിന് ഏതൊക്കെ സെലിബ്രേഷൻസ് ഉണ്ടോ, അതായത് തമിഴ്നാട് അല്ലെങ്കിൽ തെലങ്കാനയുടെ മിക്ക ഫെസ്റ്റീവ് ഒക്കേഷൻസിലും 15 മുതൽ 20 വരെ അംഗങ്ങളുള്ള അല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഫോക്ക് ഡാൻസസ് ആയിരിക്കും ദപ്പു ഡാൻസ്. ഓക്കെ, ഇനി നോക്കി ലംബാഡി ഡാൻസിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് ദി ആൻഷ്യൻ ഫോക്ക് ഡാൻസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ലംബാഡി എന്ന് പറയുന്ന ഡാൻസ് ഫോം ആയിരിക്കും ഏതിൻ്റെ? ആൻഷ്യൻ്റെ. ഇപ്പോൾ പൊൽക്കൈ കുതിരൈ അത് ആ ഡാൻസ്, അതായത് ഡമ്മി ഹോഴ്സ് ഡാൻസ് എന്നറിയപ്പെട്ട തമിഴ്നാടിൻ്റെ ഡാൻസ് ഫോം ആയിരുന്നു അവരുടെ ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ് എങ്കിൽ തെലങ്കാനയ്ക്ക് ഏതായിരുന്നു? ലംബാഡിയാണ്. ഇപ്പോൾ ലംബാഡി ഇസ് ദ ആൻഷ്യൻ ഫോക്ക് ഡാൻസ് ഓഫ് തെലങ്കാന ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വിമൻ അറൌണ്ട് ദ ഫയർ അറ്റ് നൈറ്റ് ആൻഡ് റെയർലി ഡസ് മെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്. ദിസ് ഡാൻസ് ഈസ് അക്കംപനിഡ് ബൈ സോങ്സ് ആൻഡ് ആർ സങ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതായത് തെലുങ്കിൽ മാത്രമായിരിക്കില്ല, മറ്റ് നേറ്റീവ് ലാംഗ്വേജസിലും കൂടെ ലംബാഡി ഡാൻസ് പെർഫോം ചെയ്യാൻ നേരം മ്യൂസിക്സ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻലി ബൈ എ ഗ്രൂപ്പ് ഓഫ് വിമൻ ആയിരിക്കും ഈ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ആണുങ്ങൾക്ക് വലിയ പാർട്ടിസിപ്പേഷൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കി അടുത്തത്, ഇത് പേരിനി ശിവതാണ്ഡവം. പേര് തന്നെ ഉണ്ടല്ലേ, ആർക്കായിട്ട് അർപ്പിക്കുന്ന ഡാൻസ് ഫോം ആയിരിക്കും? ലോർഡ് ശിവ. അപ്പോൾ ശിവൻ അർപ്പിച്ചുകൊണ്ടുള്ള ഡാൻസ് ഫോം ആയിരിക്കും പേരിനി ശിവതാണ്ഡവം. And it is performed by the men in Shiva temples. It originally belongs to the warrior clan of the 11th century AD. അപ്പോൾ 11ാം സെഞ്ചുറി AD ഈ നമ്മുടെ നാട്ടിൽ ചേകവന്മാർ എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ കുറുപ്പ്. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഒരു വാറിയർ ക്ലാൻ ആയിരുന്നു കേരളത്തിൽ. എന്ന് പറയുന്ന പോലെ തെലങ്കാനയിൽ ആ ഒരു നേറ്റീവ് ഏരിയയിൽ ഉണ്ടായിരുന്ന വാറിയർ ക്ലാൻ പെർഫോം ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആ സമയത്തെ വാറിയേഴ്സ് ആയിട്ടുള്ള ആണുങ്ങൾ ശിവൻ്റെ ടെമ്പിൾസിൽ പെർഫോം ചെയ്തിരുന്ന ഡാൻസ് ആയിരുന്നു പേരിനി ശിവതാണ്ഡവം. ഏത് ടൈമിൽ? 11ാം സെഞ്ചുറി AD. അപ്പോൾ ആ സമയത്താണ് ഈ പേരിനി ശിവതാണ്ഡവത്തിൻ്റെ റൂട്ട്സ് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നത്. എന്ന് നോക്കിയത് നെക്സ്റ്റ് ഡാൻസ്, ദി ഗുസ്സാഡി ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ഏത് ട്രൈബ്സ്? ബൈ ദ ഗോണ്ടുലു ട്രൈബ്സ് ഓഫ് ആദിലാബാദ് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ആദിലാബാദ് ഡിസ്ട്രിക്റ്റിലെ ഗോണ്ടുലു ട്രൈബ്സ് ആയിരിക്കും ഏത് ഗുസ്സാഡി ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്ത സംസ്ഥാനം നോക്കിയേ, അടുത്തൊരു നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനം ത്രിപുര. അപ്പോൾ ത്രിപുരയ്ക്കും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു 12 ഡാൻസ് ഫോംസ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. നോക്കി, ഹോസാഗിരി, ഝും, മൈമിത, മാസക് സുമാനി, ലബാങ് ഭൂമാനി, ബിജു ഡാൻസ്, ഹൈഹാക് ഡാൻസ്, വാങ്കല ഡാൻസ്, പാദിഷ, ഗജൻ, ഗാരിയ ആൻഡ് ഫൈനലി ശേരവ ഡാൻസ്. അപ്പോൾ അതിൽ നോക്കിയേ, ദി ത്രിപുരീസ് ഡിപ്പെൻഡ് ഓൺ ദ ഝും അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് ദ പെർഫോം ദ ഗറായി ഡാൻസ് ആസ് എ ട്രിബ്യൂട്ട് ടു ദ ഡൈറ്റി. ഏത്? അവരുടെ ദൈവത്തിൻ്റെ പേരാണ് ഗോറിയ. അപ്പോൾ ഗോറിയ എന്ന് പറയുന്ന ഡൈറ്റിക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ഡാൻസ് ആയിരിക്കും ഏത്? ഗറായി ഡാൻസ് ഫോർ എ ബെറ്റർ ഹാർവസ്റ്റ്. അപ്പോൾ നല്ല വിളവെടുപ്പ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ദേവിക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ഡാൻസ് ഫോം ആയിരിക്കും ഏത് ദേവിക്ക്? ഗോറിയ എന്ന് പറയുന്ന അവരുടെ നേറ്റീവ് ഗോഡസിന് വേണ്ടിയുള്ള ഡാൻസ് ആയിരിക്കും ഗറായി ഡാൻസ്. അപ്പോൾ ദിസ് ഫോക്ക് ഡാൻസ് ഈസ് വൈഡ്ലി പെർഫോംഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ദ ഏത് ട്രൈബ്? ഇവിടെ ഒന്നിൽ കൂടുതൽ ട്രൈബ്സ് വരുന്നുണ്ട്. കോലോയി, ജമാത്തിയ ആൻഡ് ത്രിപുരി
കമ്മ്യൂണിറ്റി. അപ്പം നോർമൽ ത്രിപുരി കമ്മ്യൂണിറ്റീസ് അല്ലാതെ കൊലോയും ജമാത്തിയ ട്രൈബ്സും ഇതിൽ വരുന്നുണ്ട്. ഇനി നോക്കി, ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് ദ മൺസൂൺ സീസൺ ദ ത്രിപുരീസ് പെർഫോം ദ ലെബാങ് ഭൂമാണി ഡാൻസ് ഇൻ വിച്ച് ദ ട്രൈബൽ യൂത്ത് ഇൻഡൾജ് ദംസെൽവ്സ് ഇൻ ക്യാച്ചിങ് ദ കളർഫുൾ ഇൻസെക്ട് ലെബാങ്. അപ്പോൾ ലെബാങ് എന്ന് പറയുന്ന ഡാൻസിന് അല്ലെങ്കിൽ ലെബാങ് ഭൂമാണി എന്ന് പറയുന്ന ഡാൻസ് ഏത് പേരിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഒരു കേസിൽ നിന്ന് ഓരോ പേര് രൂപം കൊണ്ടത്? ലെബാങ് എന്ന് പറയുന്നൊരു കളർഫുൾ ഇൻസെക്റ്റ് അവരുടെ നേറ്റീവ് ഏരിയയിലുണ്ട്. അപ്പം അതിന് ആ ഒരു ഇൻസെക്റ്റിനെ കളക്ട് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നൊരു ഡാൻസ് ആയിരിക്കും ലെബാങ് ഭൂമാണി ഡാൻസ് എന്ന് പറയുന്നത്. അപ്പം ലെബാങ് എന്ന് പറയുന്ന ഇൻസെക്റ്റിൽ നിന്നാണ് ലെബാങ് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസും കൂടെയുള്ള ആ ഒരു ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ല ആ ഒരു പെർഫോമൻസും കൂടെ ഉള്ളതും കൂടാണ് ലെബാങ് ഭൂമാണിക്ക് ആ ഒരു പേര് കിട്ടിയത്. അപ്പോൾ ഏത് ടൈമിലായിരിക്കും? ബൈ ദ ഓൺസെറ്റ് ഓഫ് മൺസൂൺ സീസൺ. അപ്പോൾ മൺസൂൺ സീസണിൻ്റെ തുടക്കത്തിലായിട്ടായിരിക്കും ലെബാങ് ഭൂമാണി ഡാൻസ് ത്രിപുരീസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ. ദി ഹലാം കമ്മ്യൂണിറ്റി ഓഫ് ത്രിപുര പെർഫോംസ് ദ ഹൈഹാക് ഡാൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഹാർവെസ്റ്റിംഗ് സീസൺ. അപ്പം നമ്മുടെ മുമ്പ് പറഞ്ഞ ഏത് മൺസൂൺ ലെബാങ് ഭൂമാണി മൺസൂൺ സീസണിൻ്റെ ഓൺസെറ്റോടു കൂടിയാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഹലാം കമ്മ്യൂണിറ്റി ഓഫ് ത്രിപുര പെർഫോം ചെയ്യുന്ന ഹൈഹാക് ഡാൻസ് ഹാർവെസ്റ്റിംഗ് സീസണിൻ്റെ എൻഡോട് കൂടിയായിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദ വാങ്ല ഡാൻസ് ഈസ് പെർഫോംഡ് ഇൻ എവറി ഹൗസ് ടു സെലിബ്രേറ്റ് ദ ഗുഡ് ഹാർവെസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ വിമൻസ് ഫോക്ക് ഡാൻസ്. അപ്പം വാങ്ല ഡാൻസും ഒരു വിമൻ ഫോക്ക് ഡാൻസ് ആണ്. അപ്പം നമ്മുടെ ഫോക്ക് ഡാൻസിൻ്റെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പം നെക്സ്റ്റ് ഫോക്ക് ഡാൻസിൻ്റെ പാർട്ട് 6 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും